നമസ്കാരം. ഇനി നമുക്ക് ആദ്യത്തെ ആഴ്ചയിലെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ഇതിൽ വീക്ക് ഓഫ് കംപ്ലീഷൻ എഴുതിയിട്ടുണ്ടെങ്കിലും നമുക്ക് അത് ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല. കാരണം പലപ്പോഴും ചില ആക്ടിവിറ്റിക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന അത്രത്തോളം തന്നെ സമയം എടുത്തില്ലാന്നിരിക്കും. എങ്കിലും പരമാവധി ഇതിന്റെ അനുസരിച്ച് മുന്നോട്ട് പോയാൽ സമയത്തിന് അനുസരിച്ച് പൂർത്തിയാക്കാൻ സാധിക്കും. അപ്പൊ ആദ്യത്തെ ആക്ടിവിറ്റി ഗ്രൂപ്പ് ഫോം ചെയ്യുക എന്നുള്ളത്. ആ ഗ്രൂപ്പിന് ഇടയിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തുക. അപ്പൊ അവര് തമ്മിലുള്ള ബോണ്ട് ഫോർമേഷൻ തുടങ്ങാനായിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തുക. അത് കഴിഞ്ഞ് ബ്രോഡായിട്ട് ആക്ടിവിറ്റീസ് ഒന്ന് ഫെമിലിയറൈസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു ടൈം പ്ലാൻ ഉണ്ടാക്കുക. ഇവിടെ ആക്ടിവിറ്റീസിൽ വീക്ക് 1 വീക്ക് 2 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ അക്കാഡമിക് കലണ്ടർ അനുസരിച്ച് ആക്ടിവിറ്റീസിന്റെ ഒരു ടൈം പ്ലാൻ തയ്യാറാക്കുക. അപ്പൊ അവര് ഇതിൽ നിന്നും ഒരാഴ്ചയിൽ ഏതൊക്കെ ആക്ടിവിറ്റിയാണ് ക്ലാസ്സിൽ ചെയ്യുന്നത്, ഏതൊക്കെയാണ് സെൽഫ് സ്റ്റഡി ആയിട്ട് ചെയ്യുന്നത്, അത് പ്ലാൻ ചെയ്യണം. ചില സെൽഫ് സ്റ്റഡി ആക്ടിവിറ്റിക്ക് അധികം സമയം ഉണ്ടാവുന്നതായിരിക്കും. പക്ഷെ ചില സെൽഫ് സ്റ്റഡി ആക്ടിവിറ്റിക്ക് കൂടുതൽ സമയം വേണ്ടിയതാണെങ്കിൽ അടുത്ത ആഴ്ചത്തെ സെൽഫ് സ്റ്റഡി ആക്ടിവിറ്റി അടുത്ത ആഴ്ചയെ ചെയ്യാവുന്നില്ല. ഫോർ എക്സാമ്പിൾ, സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്നൊരു സെൽഫ് സ്റ്റഡി ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ ചെയ്ത് തുടങ്ങാവുന്നതാണ്. തീർക്കേണ്ട സമയമേ ഇതിൽ നമ്മൾ പറയുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അവർക്ക് പ്ലാൻ ചെയ്യാനായിട്ട് ഉള്ള ആദ്യമേ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കുക. ആ പ്ലാൻ ചിലപ്പോഴൊക്കെ മാറിയെന്നിരിക്കും, പക്ഷെ അത് കുഴപ്പമില്ല. പക്ഷെ ആദ്യമേ ഒരു പ്ലാൻ ഉണ്ടാവണം. അങ്ങനെ ഒരു പ്ലാൻ കുട്ടികൾ തന്നെ ഉണ്ടാക്കട്ടെ. അവരോട് പറയുക, ഈ പ്ലാൻ ഒരു ഫൈനൽ പ്ലാൻ അല്ല, തുടക്കമാണ്. മാറുന്നതിന് ഒരു കുഴപ്പമില്ല. ആ മാറുന്ന അനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈഫ് സ്കിൽ ഉണ്ട്. അതുകൊണ്ട് അവരെന്ത് പ്ലാൻ ഉണ്ടാക്കിയാലും നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പോകണ്ട. അവർക്കൊരു പ്ലാൻ അവർ ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് അവർ പരസ്പരം ഗ്രൂപ്പുകൾ തമ്മിൽ ചർച്ച ചെയ്ത് അത് അവർ ഇംപ്രവൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു പ്ലാൻ ഉണ്ടാക്കാനും ഇംപ്രവൈസ് ചെയ്യാനും ഉള്ള ഒരു തുടക്കമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവര് സെൽഫ് സ്റ്റഡി അവറിൽ ഗ്രൂപ്പായിട്ട് ഓൺലൈൻ ആയിട്ട് ഇരുന്ന് ഉണ്ടാക്കിയ ടൈം പ്ലാന്റെ ഗാൻ ചാർട്ട് തയ്യാറാക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.